ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ ഇർഫാൻ സലീം. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാം. അതിനെക്കുറിച്ച് കുറച്ച് നമുക്ക് സംസാരിക്കാൻ വേണ്ടി. ഓക്കെ, എല്ലാവരും ഒന്ന് കാണണം കേട്ടോ, ഫുള്ളായിട്ട് ഒന്ന് കാണണം. ഇത് നിങ്ങൾ കാണണം, എന്തായിട്ട് നിങ്ങൾ കാണണം. ബ്ലർ ആകുവാണെങ്കിൽ മുഖം ആണെങ്കിൽ ബ്ലർ ചെയ്യുക. എല്ലാം അങ്ങനെ കണ്ടോ? നമ്മൾ എല്ലാവരും പ്രൈവസി ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് എല്ലാവരും, അല്ലേ? എന്തൊക്കെ കാണേണ്ടതല്ലേ? ഇത് ചെയ്യുന്നതല്ല, ചെയ്തോട്ടെ, അവരവരിഷ്ടം. പക്ഷേ പറഞ്ഞുതരാം, ഒരു മിനിറ്റ്. കണ്ട, നിങ്ങൾ കാണുന്നില്ലേ? വീഡിയോ ഉണ്ടോ? എടാ, ഇതിവര് ചെയ്തോട്ട്, അത് അവരിഷ്ടം. പക്ഷേ ഇവർക്കിത് സ്വകാര്യമായിട്ട് ചെയ്യാൻ പാടില്ല. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ റൂം എടുക്കാം, ഹോട്ടൽ എടുക്കാം, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അവർക്ക് ചെയ്യാൻ പാടില്ലേ? അതെന്തിന് വെറുതെ മറ്റുള്ളവരുടെ ജീവിതവും പോയി, ആടെ മറ്റുള്ളവരെ ഓന്റെ ജീവിതവും പോയി, ഓളെ ജീവിതവും പോയി. ഒന്നാമത്തെ കാര്യം നാട്ടാറ് കണ്ട്. രണ്ടാമത്തെ, നാട്ടുകാർ കണ്ടാൽ പിന്നെ നിങ്ങളെ അവസ്ഥ നിങ്ങൾക്ക് അറിയുന്നല്ലേ. നാട്ടാർ ചെറിയ സംഭവം കണ്ടാൽ വലുതാകും. ഇത് കണ്ടതോ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇവര് ശരിക്കും മണ്ടന്മാരാണ്. ശരിക്കും ഒരു ഒരു നിമിഷത്തെ സുഖത്തിന് വേണ്ടിയിട്ട് ഒരു ആയുഷ്കാലത്തെ ജീവിതം മൊത്തം പോയി ഇവരെ. ഇനി ഇത് നാട്ടുകാരും എല്ലാവരും പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇവർക്ക് അങ്ങനത്തെ സംഭവം ആവശ്യമുണ്ടെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് ഒരു ഒരു പ്രൈവസി ഇല്ല ഒരു സ്ഥലത്ത് പോയിട്ട് ചെയ്യുക. ആരും ഇല്ലാത്ത സ്ഥലത്ത് പോയിട്ട്, മീൻസ് ഹോട്ടൽ എടുക്കുക, റെസ്റ്റോറന്റ് എടുക്കുക. എന്തെല്ലാം സംവിധാനം ഉണ്ട് ഇപ്പം ഇന്ത്യയിൽ തന്നെ, എന്തെല്ലാം സംവിധാനം ഇല്ലേ? ഹോട്ടൽ റൂമെല്ലാം കിട്ടുന്നില്ലേ? പിന്നെന്തെന്ന് ഇവർ ഇങ്ങനത്തെ പരിപാടി കാണുന്നു. അതില് ഒരു ചേട്ടന് അതിലേ കുഞ്ഞു നോക്കുന്നുണ്ട്. ഇതിനെ കാണിച്ചു ഒരു മിനിറ്റ്. ഒരേട്ടൻ അതിലെ കുനിഞ്ഞിട്ട് ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്നു. മറ്റുള്ളവരെ കാര്യം, മോശപ്പെട്ട കാര്യം കാണാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നു. ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ് നമ്മളെ നാട്ടിലും എല്ലായിടത്തും നടക്കുന്നത്. ചെറിയ കാരണം കിട്ടിയാൽ മതി, നമ്മളെ ജീവിതകാലം മുഴുവൻ അതന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും, കൊട്ടിക്കൊണ്ടേയിരിക്കും, ചെണ്ട കൊട്ടിക്കൊന്നേയിരിക്കും. അപ്പൊ മാക്സിമം എല്ലാവരും ഇങ്ങനത്തെ സംഭവം, ഒരാണും ഒരു പെണ്ണും ഒന്നിച്ച് ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും റൂം എടുക്കുക. റൂമിൽ ക്യാമറ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഞാനിത് പ്രോത്സാഹിപ്പിക്കുന്നതല്ല, നിങ്ങളുടെ ജീവിതം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നതാണ്, അല്ലാതെ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നതൊന്നല്ല. പിന്നെ ഞങ്ങൾക്ക് ചെറിയ കുട്ടികളോട്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, മക്കളെ, സ്നേഹത്തില് ഏറ്റവും അവസാനമാണ് ശരീരം കൊടുക്കല്. ഫസ്റ്റ് നിങ്ങൾ ശരീരം കൊടുക്കാൻ പാടില്ല. എല്ലാ ആണുങ്ങളും, ഞാൻ ഉൾപ്പെടുന്ന എല്ലാ ആണുങ്ങളും ശരീരത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങളെ സ്നേഹിക്കുന്നത്. അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം. ഒരാണ് നിങ്ങളുടെ റൂമിലേക്ക് വിളിച്ചാലോ, ഒന്നിച്ച് ഒറ്റക്ക് കാണണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം, എന്നെ എന്തിനു ഒറ്റക്ക് കാണുന്നത്? അത്രക്കും ആത്മാർത്ഥ ഇല്ലത് ഒരാളാണെങ്കിൽ നിങ്ങൾ വീട്ടിൽ വന്ന് ചോദിക്കും. നിങ്ങളെ സീരിയസ് ആയിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും നിങ്ങളെ ബന്ധപ്പെടാൻ നോക്കൂല. നിങ്ങൾ ശാരീരികമായിട്ട് യൂസ് ചെയ്യാൻ നോക്കൂല ഒരിക്കലും. നിങ്ങൾ കല്യാണം കഴിക്കണമെന്ന് അവരെ മനസ്സിലുണ്ടാവും. നിങ്ങൾ ഉപദ്രവിക്കുകയൊന്നും ചെയ്യില്ല അവര്. അപ്പൊ നിങ്ങൾ കുട്ടികൾ എപ്പോഴും മനസ്സിലാക്കണം. അത് ആൺകുട്ടികളാണെങ്കിലും ശരി, പെൺകുട്ടികളാണെങ്കിലും ശരി, എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം, ശരീരം കൊടുത്തിട്ടുള്ള കളി പ്രണയത്തിലില്ല. ഏറ്റവും അവസാനമാണ് ശരീരം കൊടുക്കൽ. കല്യാണം കഴിഞ്ഞിട്ടാണ് ശരീരം എല്ലാം കൈമാറല്. ഈ കാലഘട്ടത്തിൽ കൈമാറി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം പോയി മക്കളെ. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഫോണിലൂടെ എല്ലാം പടരം അങ്ങോട്ട്. ഇപ്പൊ ഒരു വീഡിയോ കണ്ടില്ലേ നിങ്ങൾ? ഇതുപോലെ എല്ലാ വീടും നിങ്ങളെ മൊത്തം
മൊത്തം പടരും. ഫോണിൽ ഒരു ഫോട്ടോ വരെ ഫുള്ളും എല്ലായിടത്തും എത്തുന്ന സ്പ്രെഡാവും. വെറുതെ നിങ്ങളെ ജീവിതം വെറുതെ കളയണ്ട. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. പിന്നെ നിങ്ങളെ അച്ഛനമ്മക്ക് സങ്കടാവും. വീട്ടിൽ ആർക്കും പുറത്തിറങ്ങി നടക്കാൻ പറ്റും ഇങ്ങനത്തെ വീഡിയോയിൽ പുറത്തിറങ്ങിയാല്. അപ്പോഴത് ചിന്തിക്കണം കേട്ടോ നിങ്ങള്. പിന്നെ ഒരു കാര്യം, ഇങ്ങനത്തെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ റൂം എടുക്കുക. റൂം എടുത്ത് ചെയ്യുക. ഇതുപോലെ ഇവര് കാണിച്ച പോലെ മണ്ടത്തരം ഒരിക്കലും കാണിക്കരുത്. ഒരു നേരത്തെ സുഖം മാത്രമേ അതിലുണ്ടാവും. പക്ഷെ ഒരായുഷ്കാലം മുഴുവൻ നിങ്ങൾ നല്ലത് ചെയ്താലും ആ നല്ലത് കാണാൻ വേണ്ടിയിട്ട് ഒരു നാട്ടുകാരും ഉണ്ടാവില്ല. ഒരു കുട്ടികൾ പോലും ഉണ്ടാവില്ല. ചെറിയ ഒരാൾ പോലും നിങ്ങളെ ഭാഗത്ത് നിന്ന് സംസാരിക്കാൻ ഉണ്ടാവില്ല. നമ്മളെ ഫ്രണ്ട് പോലും മൊബൈലിലൂടെ ഒളിഞ്ഞു നോക്കും നിങ്ങളെ ദൃശ്യം. അങ്ങനത്തെ കാലഘട്ടമാണ്. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കുക. നിങ്ങൾ തന്നെ സൂക്ഷിക്കുക. വേറെ ആരും നിങ്ങളെ സൂക്ഷിക്കാൻ വരില്ല. അതുകൊണ്ട് നല്ലതുപോലെ കെയർ ചെയ്യുക. നിങ്ങളെ തന്നെ കെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ. ഇത്ര എനിക്ക് പറയാനില്ല. ഈ വീഡിയോ കണ്ടിട്ട് പറഞ്ഞതാണ് നിങ്ങളോട്. അപ്പം ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റാ, ബൈ ബൈ. അപ്പം ചാനൽ എല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്കിലാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. യൂട്യൂബിലാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ശരി കേട്ടാ.